ശ്രീരാമ സന്ദേശ പ്രചരണാർത്ഥം തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീരാമനവമി രഥയാത്രയ്ക്ക് പന്നിക്കോട് അയ്യപ്പ വചനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. നിരവധി പേരാണ് സ്വീകരണ ചടങ്ങിൽ പങ്കാളികളായത്. സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെയും അനുഗ്രഹ ആശിസ്സുകളോടെ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ പൂജനീയ സ്വാമി ഹൈന്ദവ ജനതയുടെ ആശയും ആവേശവുമായ പരമാചാര്യൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ അനുഗ്രഹ ആശിസ്സുകളോടെ ലോകം ഒരു കുടുംബം എന്ന സന്ദേശവുമായി മാർച്ച് 27 നടക്കുന്ന ശ്രീരാമനവമി മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടക്കുന്ന ശ്രീരാമനവമി രഥയാത്രയ്ക്കാണ് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകിയത്. കൊല്ലൂർ ശ്രീ മൂകാംബിക സന്നിധിയിൽ ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി ഭദ്രദീപ പ്രതിഷ്ഠ നടത്തിയ രഥയാത്ര 10 സംസ്ഥാനങ്ങൾ പിന്നിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചത്. രാവിലെ പന്നിക്കോട് എത്തിയ രഥയാത്രയെ ഉച്ചക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സ്വീകരിച്ച ശേഷം താലപ്പൊലി വാദ്യമേളങ്ങൾ എന്നിവയോടെ പന്നിക്കോട് അയ്യപ്പ ഭജനമഠത്തിലേക്ക് ആനയിച്ചു. ഹൈന്ദവ ജനതയുടെ ആശയും ആവേശവുമായ പരമാചാര്യൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ അനുഗ്രഹ ആശിസ്സുകളോടെ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭജനമഠം ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ, ബാബുരാജ്, AC വിശ്വനാഥൻ, ഹരിദാസൻ പരപ്പിൽ തുടങ്ങിയവർ ചേർന്ന് രഥയാത്രയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങുകൾക്ക് ശങ്കര പാദാനന്ദ സ്വാമി, ഹനുമത് പാദാനന്ദ സ്വാമി, ബ്രഹ്മചാരി പ്രവിത് സ്വാമി എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തരാണ് രഥയാത്രാ സ്വീകരണ ചടങ്ങിൽ പങ്കാളികളാവാനെത്തിയിരുന്നത്. രഥയാത്ര പിന്നീട് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.